എൻ്റെ PSC ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തതും രസകരമായിട്ടുള്ളതുമായ ഒരു ഓർമ്മയാണ് കേട്ടോ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയതും ഇന്ന് ഓർക്കുമ്പോഴത്തേക്കും ഏറ്റവും ചിരി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ഓർമ്മയും അതുതന്നെയാണ്. 2022 മെയ് മാസം 13 PSC കോച്ചിങ്ങിന് ചേർന്ന ഞാൻ 2023 മെയ് മാസം 13 ആദ്യത്തെ PSC പരീക്ഷ എഴുതുന്നത്. ആ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ കോച്ചിങ് ക്ലാസ്സിൽ പോയി എന്നുള്ളതല്ലാതെ പഠിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഞാൻ ആ കോച്ചിങ്ങിനുള്ള പോക്ക് നിർത്തിയിട്ട് ഓൺലൈനായിട്ടുള്ള കോച്ചിങ് എടുത്തു. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ഓൺലൈൻ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലോബിൽ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷെ ഇപ്പം നിലവിൽ ആ ചാനലില്ല. ആദ്യത്തെ പരീക്ഷ എഴുതി 11 മാർക്ക് വാങ്ങിയ ഞാൻ ഏകദേശം 10-40 ദിവസത്തെ കോച്ചിങ് കൊണ്ടിട്ടാണ് അടുത്ത പരീക്ഷയ്ക്ക് 56 മാർക്ക് WCPയുടെ എക്സാമിന് മേടിച്ചത്. ഈ 45 ദിവസം അല്ലെ 40 ദിവസം കൊണ്ട് ആ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയത് ആ ഒരു കമലോബിൽ എന്ന് പറയുന്നൊരു ചാനലായിരുന്നു. ആ ചാനലിൻ്റെ അകത്തു നിന്നാണ് എനിക്കൊരു ബേസ് സെറ്റായതെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതിലുണ്ടായ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അതായത് 2022 WCPOയ്ക്ക് ഉണ്ടായിരുന്ന കട്ട് ഓഫ് 45 അപ്പം 56 മാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നല്ല മാർക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് ഓടാൻ പോയി എന്നുള്ളത് മാത്രമല്ല, ഞാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കാനായിട്ട് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു കൃത്യം 3 മാസം ഞാൻ വെളുപ്പിനെ 4:30 എഴുന്നേറ്റ് 5 മണിയാകുമ്പോഴത്തേക്കും ഗ്രൗണ്ടിലെത്തുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ നീക്കി. പക്ഷേ എൻ്റെ ബോഡി അതുമായിട്ട് ഒട്ടും സെറ്റല്ലായിരുന്നു എന്നുള്ളത് ഡേ ബൈ ഡേ എനിക്കത് മനസ്സിലായിക്കൊണ്ടിരുന്നു. കാരണം ഓരോ ദിവസം കഴിയും തോറും ഞാൻ വീക്കായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം 2 റൗണ്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാനത് 1.5 റൗണ്ടോ അല്ലെങ്കിൽ 1 റൗണ്ടേ ഓടുന്നുള്ളൂ. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഞാൻ വീക്കായി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഇന്നുവരെ ഇല്ലാത്തൊരു അസുഖമായിട്ടുള്ള ശ്വാസം മുട്ടലും തുടങ്ങി. ശ്വാസം മുട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും പ്രശ്നമില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എന്തും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓടാൻ മാത്രം പറ്റുന്നില്ല. പതുക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നിത്തുടങ്ങിയ അവസരത്തിലാണ് ഞാൻ ആ ഒരു സത്യം കൂടെ മനസ്സിലാക്കുന്നത്. എനിക്ക് ഫ്ലാറ്റ് ഫൂട്ടുണ്ട്. അതായത് എൻ്റെ കാല് നേരെ പരന്നതാണ്. ഇതുവരെ ഒരു സ്പോർട്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഈ ഫ്ലാറ്റ് ഫൂട്ട് എന്താണെന്നോ, ഫ്ലാറ്റ് ഫൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നോ, ഫിസിക്കലിൻ്റെ സമയത്ത് ഫ്ലാറ്റ് ഫൂട്ടുള്ളവരെ ഒഴിവാക്കുമെന്നോ ഉള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഫ്ലാറ്റ് ഫൂട്ട് ഉണ്ടെങ്കിൽ ഒഴിവാക്കുമെന്നുള്ളത് മാത്രമല്ലായിരുന്നു പ്രശ്നം. നമുക്ക് ഓടാനായിട്ട് എടുക്കുന്ന സ്ട്രെയിൻ ഭയങ്കര കൂടുതലും ആയിരിക്കും. അങ്ങനെ ഞാൻ എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അത്രയും നാൾ ഞാൻ അവിടെ ഓടാൻ പോയി. അതിനുശേഷം ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ കൂടി വരുന്നതല്ലാണ്ട് കുറയുന്നില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാനൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ കുറച്ച് നാളത്തെ മരുന്നും തന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പോലീസിൻ്റെ ഗ്രൗണ്ടിലൊക്കെ ഈ പറയുന്ന പോലെ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങനെ ലീവ് എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം ഞങ്ങളുടെ ഗ്രൗണ്ടും ഇതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു. ലീവ് എടുക്കാനായിട്ട് സമ്മതിക്കാത്ത കൊണ്ട് തന്നെ നമുക്കൊരു കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനായിട്ടൊക്കെ പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ആഴ്ച ലീവ് എടുത്തിട്ട് പോലും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. അപ്പം ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യും, ഇനിയിപ്പോൾ അനീമിക് ആയതുകൊണ്ടാണോ എന്ന്. പക്ഷെ അനീമിക്കൊന്നും ആയിരുന്നില്ല. അതിനുശേഷം ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അവസാനം കാർഡിയോളജിസ്റ്റിനെ വരെ കാണിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഡിപ്രഷനായിരുന്നു എന്നുള്ളത്. ഡിപ്രഷൻ കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട് എന്നിട്ടും തുടർന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ കുറേ സമാധാനമായി. അതുമാത്രമല്ല, ഏറ്റവും കോമഡി അന്ന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ഇന്നത് കോമഡിയായിട്ട് പറയാം. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കട്ട് ഓഫ് ഞാൻ പാസ്സായില്ല.
ക്ലിയർ അന്ന് 56 മാർക്കുണ്ടായിരുന്ന ഞാൻ 60 പോയിന്റ് സംതിങ് ആയിരുന്നു കട്ട് ഓഫ്. അങ്ങനെ 4 മാർക്കിൻ്റെ ഇതിൽ ഞാൻ പുറത്തായി. പക്ഷെ എൻ്റെ പഠനം പൂർണ്ണമായിട്ടും നിന്നുപോയി. പക്ഷെ പിറ്റേ വർഷം ഏറ്റവും കോമഡിയായിട്ട് മറ്റൊരു സംഭവം നടന്നു. ഇനി ഞാൻ CPOയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കത്തില്ല എന്ന് തീരുമാനിച്ച ഞാൻ ആ വർഷം ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെട്ടു. പക്ഷെ ഞാൻ ഫിസിക്കലിനൊന്നും പോയില്ല. എന്നാലും ഇതെനിക്ക് ഭയങ്കര നല്ലൊരു ഓർമ്മയെന്നോ അല്ലെങ്കിൽ മോശം ഓർമ്മയെന്നൊക്കെ പറയാവുന്ന ഒന്നാണ്.